വെൽക്കം ബാക്ക് അനദർ വീഡിയോ. ഇന്നൊരു ചായ എന്ന് തുടങ്ങി ഒരു ചായയിൽ അവസാനിക്കുന്ന വീഡിയോ. ചായം കുടിച്ച് കറങ്ങിത്തിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മളെ റെയിൽവേന്റെ ഭാഗത്തെത്തിയാൽ നമുക്ക് ഒരാളെ കൂട്ടിന് കിട്ടി. കൂട്ടിന് ഒരാളെ കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ എവിടെങ്കിലും പോവാന്നുള്ള ഒരു പ്ലാൻ. കിട്ടിയ വണ്ടി എങ്ങോട്ടാന്ന് പോലും അറിയാണ്ട് അങ്ങ് വലിഞ്ഞു കയറിയ വണ്ടി കോഴിക്കോട് ഭാഗത്താ. എന്നാ കുഴപ്പമില്ല, ചിലത് ശരിയാവും ചിലത് ശരിയാവില്ല എന്നുള്ള ഡയലോഗ് അത് ഓർക്കേണ്ടി വന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കൊയിലാണ്ടി എത്തിപ്പോയ വണ്ടി ചതിച്ചെങ്കിലും ഞങ്ങൾ എന്നായ സ്റ്റേഷനിൽ കുറച്ച് നേരം കുത്തിരിന് വൈബാക്കി. പെട്ടെന്ന് വീഡിയോ എടുത്തപ്പോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ ഒരു വണ്ടി, പിന്നെ ഒന്നും നോക്കില്ല അതിലേക്ക് വലിച്ചു. അങ്ങനെ മന്ദം നമ്മളെ കുറച്ച് വൈബ് അടിപ്പിച്ച ഈ ഒരു വണ്ടിയോട് വൈബ്. ഈ ഒരു വണ്ടിയിൽ നിന്ന് ഇതിലേക്ക് കയറിയപ്പോ കിട്ടിയ ഒരു ഫീലില്ലേ. ആദ്യം വന്ന വണ്ടിയിലാന്ന് ഞങ്ങൾ ഇപ്പം എത്തിയിട്ടുണ്ട്. കോഴിക്കോട് സ്റ്റേഷനിൽ കാലെടുത്ത വെച്ചോടെ തന്നെ TTR മുന്നിൽ. വടകരയിൽ നിന്ന് കയറുമ്പോൾ ടിക്കറ്റ് എടുക്കണ്ടെന്ന് പറഞ്ഞ രണ്ട് മഹാന്മാരാണ്. എന്റെ ഒറ്റ ഒരു സമ്മർദ്ദമൊക്കെ വരുന്ന ഒരു ഫൈൻ. ഈ ഒരു ഫൈനിന്റെ 750 കൊടുക്കുന്നതിന് പകരം ഞങ്ങൾ എവിടെ പോയാലും കുറച്ച് വലിയ സാധനങ്ങൾ വാങ്ങുന്നത് ഞങ്ങളെ ഒരു പതിവ്. ഇങ്ങനെ കുറെ സാധനങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഇവൻ അതിന്റെ ഇടയ്ക്ക് കീശയിൽ ഇടുന്നുണ്ടോ ഒരു. പിന്നെ മിഠായി തെരുവത്തെ എല്ലാ ഷോപ്പിലും ഒന്ന് വലിഞ്ഞു കയറ്റം എന്ന് പറയാം. അവിടെ പോയിട്ട് അവരെ വില വീശലും മറ്റതും മറിച്ചതൊക്കെ അതിനിടയ്ക്ക് ഇവന്റെ ഒരു ചിരി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവനെ ഏതോ പെണ്ണിന്റെ നമ്പർ ഒപ്പിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയത് ബീച്ചിലേക്ക്. സ്വതവേ ശനിയാഴ്ച വന്നു കഴിഞ്ഞാൽ ബീച്ചിൽ അത്യാവശ്യം തിരക്കുണ്ടാവും. ഇന്ന് തീരെ തിരക്കില്ല. തണുത്ത ക്ലൈമറ്റ് ആയതുകൊണ്ടോന്ന് അറിയില്ല, ആരും പുറത്തിറക്കുന്നില്ല. നമ്മളെ മലയാളികൾക്ക് ഒരു കുഴപ്പമുണ്ട്. അതെന്ന് വെച്ചാൽ എന്തൊരു ഇത് കണ്ടിട്ടില്ല അവിടെ എന്താണെന്ന് അറിയണം, ക്യൂരിയോസിറ്റി. പിന്നെ സാൻഡ്വിച്ചും കുൻവിച്ചും എല്ലാം ആയിട്ട് ചായയും കുടിച്ച് നേരെ നാട്ടിലേക്ക് പോകാന്നുള്ള പ്ലാൻ. തിരിച്ചു പോകാൻ ഈ ഒരു ട്രെയിനാ ബാക്കിയുള്ളൂ കണ്ടപ്പോൾ പിന്നെ ഒന്നും പറയണ്ടല്ലോ, അല്ലി നേരെ നാട്ടിലേക്ക് വണ്ടി.